ഹായ് ഹലോ ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ശ്രീകാന്തോ എന്ന ബംഗാളി വെബ് സീരീസിൻ്റെ 6ാമത്തെ എപ്പിസോഡ് വീഡിയോ ആണ്. ഇതിൻ്റെ മുമ്പത്തെ വീഡിയോസ് കാണാത്തവർക്ക് വേണ്ടി വീഡിയോയുടെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ പ്ലേസ് ചെയ്യാം. ഇപ്പോൾ നമുക്ക് ഒട്ടും സമയം കളയാതെ നേരെ വീഡിയോയിലേക്ക് പോവാം. എപ്പിസോഡിൻ്റെ സ്റ്റാർട്ടിങ്ങിൽ തൻ്റെ കാലിന് ഫ്രാക്ചർ ആയതുകൊണ്ട് ജോലിയെല്ലാം ചെയ്യാൻ വേണ്ടി ബുദ്ധിമുട്ടുന്ന പിയാലിയെയാണ് കാണിക്കുന്നത്. ഈ സമയം പിയാലിയുടെ ബുദ്ധിമുട്ടെല്ലാം മനസ്സിലാക്കിക്കൊണ്ട് നായകൻ അവൾക്ക് വേണ്ട സഹായങ്ങളെല്ലാം ചെയ്തു കൊടുക്കുന്നു. പിയാലി താൻ ചെയ്യുന്ന ജോലിയെ പറ്റിയുള്ള കാര്യമെല്ലാം നിന്നോട് എനിക്ക് പറയണമെന്നുണ്ടായിരുന്നുവെന്നും പക്ഷേ നീ എങ്ങനെ പ്രതികരിക്കും എന്നറിയാത്തത് കൊണ്ടാണ് നിന്നിൽ നിന്നും ഇത്രയും കാലം ഇതെല്ലാം മറച്ചു വെച്ചതെന്ന് ശ്രീകാന്തിനോട് പറയുന്നു. എന്നാൽ നായകൻ താനെന്ന് ഹോട്ടൽ ഗാലക്സിയിൽ നിന്നും പിയാലി ഇറങ്ങിപ്പോകുന്ന കാര്യമെല്ലാം കണ്ടിരുന്നുവെന്നും ആ സമയം തൻ്റെ സുഹൃത്തായിട്ടുള്ള മാനേജർ എന്നെ പറ്റിയുള്ള എല്ലാ കാര്യങ്ങളും തനിക്ക് പറഞ്ഞു മനസ്സിലാക്കി തന്നുവെന്ന് പിയാലിയോട് പറയുന്നു. അതെല്ലാം പറഞ്ഞിട്ടും നായകൻ തന്നെ വിട്ടു പോകാതെ തൻ്റെ കൂടെ തന്നെ നിന്നതിൽ പിയാലിക്ക് വളരെയധികം സന്തോഷമാവുന്നു. അവിടെ വെച്ചത് 2008 പിയാലിയുടെ കോളേജ് കാലഘട്ടമാണ് കാണിക്കുന്നത്. ആ സമയം കോളേജിൽ വെച്ച് പിയാലിയുടെ ഫ്രണ്ട് അവളുടെ പുതിയ ഫോണെല്ലാം പിയാലിക്ക് കാണിച്ചു കൊടുക്കുന്നു. ഈ ഫോൺ കണ്ടതും പിയാലിക്ക് അത് വളരെയധികം ഇഷ്ടപ്പെടുന്നു. അവൾ ഫ്രണ്ടിനോട് ഈ ഫോൺ ആരാണ് മേടിച്ചതെന്ന് എന്ന കാര്യമെല്ലാം ചോദിക്കുന്നു. എന്നാൽ ഫ്രണ്ട് താൻ ഇതാരുടെ കയ്യിൽ നിന്ന് മേടിച്ചതല്ലെന്നും താൻ കഷ്ടപ്പെട്ട് പണിയെടുത്ത് മേടിച്ചതാണ് എന്നുമെല്ലാം പിയാലിയോട് പറയുന്നു. എന്നാൽ ഇതെല്ലാം പറഞ്ഞിട്ടും പിയാലിക്ക് ഒന്നും തന്നെ മനസ്സിലാവുന്നില്ല. ഫ്രണ്ട് പിയാലിയോട് നിനക്കും ഇതുപോലെ പൈസയെല്ലാം ഉണ്ടാക്കണമെങ്കിൽ അവളുടെ കൂടെ വരാൻ പറഞ്ഞുകൊണ്ട് അവൾ പിയാലിയെ മേക്കപ്പ് എല്ലാം ചെയ്ത ശേഷം ഒരു ഹോട്ടൽ റൂമിലേക്ക് പറഞ്ഞയക്കുന്നു. റൂമിലെത്തിയ ശേഷം അവൾ ആ റൂമിലുണ്ടായിരുന്ന വ്യക്തിയുടെ കൂടെ അവിടെ വെച്ച് റൊമാൻസ് എല്ലാം ചെയ്യുന്നു. റൊമാൻസ് എല്ലാം കഴിഞ്ഞതും അയാൾ ഒരുപാട് പൈസയെല്ലാം പിയാലിയുടെ കയ്യിൽ ഏൽപ്പിക്കുന്നു. ഇത്രയധികം പൈസ ഒരുമിച്ച് കിട്ടിയതോർത്ത് പിയാലിക്ക് വളരെയധികം സന്തോഷമാവുന്നു. അവിടെ ചെയ്ത് പ്രസന്റിൽ പിയാലി തനിക്ക് ആദ്യമൊക്കെ ഇതിൽ കുറ്റബോധമുണ്ടായിരുന്നുവെന്നും എന്നാൽ പിന്നീട് സമയം പോകുന്തോറും തനിക്ക് ഇതൊരു തെറ്റായി പോലും തോന്നുന്നില്ല എന്ന് ശ്രീകാന്തിനോട് പറയുന്നു. അവിടെ ചെയ്ത് പുറത്തെല്ലാം പോയി ചുറ്റിക്കറങ്ങി വന്നിരിക്കുന്ന നമ്മുടെ നായകനെയാണ് കാണിക്കുന്നത്. ആ സമയം ഫ്ലാറ്റിലെത്തിയ ഉടൻ തന്നെ അവൻ സർവന്റിനോട് പിയാലി എന്തു ചെയ്യുകയാണ് എന്ന കാര്യമെല്ലാം ചോദിക്കുന്നു. എന്നാൽ സർവന്റ് അവന്റെ ചോദ്യങ്ങൾക്കൊന്നും മറുപടി കൊടുക്കാതെ വേഗം തന്നെ അടുക്കളയിലേക്ക് പോകുന്നു. എന്നാൽ നായകൻ പിയാലിയോട് ഡോക്ടർ ശരീരം എടുക്കാൻ പാടില്ല എന്ന് പറഞ്ഞിട്ടുള്ളതാണ് എന്നെല്ലാം പറഞ്ഞുകൊണ്ട് വേഗം തന്നെ പിയാലിയുടെ റൂമിലേക്ക് ചെല്ലുന്നു. എന്നാൽ ഡോർ തുറക്കാൻ നേരം റൂമിനകത്ത് നിന്നും റൊമാൻസ് എല്ലാം ചെയ്യുന്ന ശബ്ദമെല്ലാം കേട്ട ഉടൻ തന്നെ ചെറുപ്പത്തിൽ പിയാലിയും ആ നാട്ടിലെ ഒരു പയ്യനും കൂടി ക്ലോസ് ആയിട്ടെല്ലാം പെരുമാറിയത് നായകന് ഓർമ്മ വരുന്നു. അവൻ ഒന്നും തന്നെ മിണ്ടാതെ TV റൂമിൽ ചെന്നിരുന്ന് തന്റെ കയ്യിലുണ്ടായിരുന്ന ഡ്രഗ്സ് എല്ലാം യൂസ് ചെയ്യുന്നു. കുറച്ചു നേരം കഴിഞ്ഞതും പിയാലി കസ്റ്റമറിനെ എല്ലാം യാത്ര അയച്ച ശേഷം TV റൂമിൽ ചെന്ന് നോക്കുമ്പോൾ ഡ്രഗ്സ് അടിച്ച് ബോധമില്ലാതെ ഇരിക്കുന്ന നായകനെ കണ്ടതും അവൾക്ക് വളരെയധികം വിഷമമാവുന്നു. ഇത്രയും കാണിച്ചുകൊണ്ട് ഈ എപ്പിസോഡ് ഇവിടെ വെച്ച് അവസാനിക്കുന്നു. ഈ സീരീസിന്റെ ബാക്കി വീഡിയോസിനായി ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക.